തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിനിടെ കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വന്ന ഒരു പരസ്യത്തെക്കുറിച്ചാണ് ഇനി. തെരുവുനായ പ്രശ്നമുയർത്തി മത്സരിക്കാൻ ഒരുങ്ങുന്നുവെന്നാണ് ആ പരസ്യം. സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്ന് അപേക്ഷയും ക്ഷണിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിനു ശേഷം പൊതുജനങ്ങൾക്കായി ഒരു കരോക്കെ സംഗീത മത്സരം നടത്തുമെന്നും വാഗ്ദാനമുണ്ട്. കരോക്കെയും തെരഞ്ഞെടുപ്പുമായി എന്തു ബന്ധമെന്നൊന്നും ചോദിക്കരുത്. നാലാളറിയാൻ പറ്റുന്നതൊക്കെ പയറ്റാൻ പറ്റിയ സമയമാണല്ലോ ഈ വോട്ടുകാലം. പത്രികാ സമർപ്പണ തീയതി അവസാനിച്ചതിനാൽ സ്ഥാനാർത്ഥിയാകാൻ ഇനി ആരും അവരെ വിളിക്കണമെന്നില്ല. കൊച്ചിയിലെ മാത്രമല്ല, സംസ്ഥാനമെമ്പാടുമുള്ള ആളുകളുടെ ഉറക്കം കെടുത്തുന്ന പ്രശ്നമാണ് തെരുവുനായ പ്രശ്നം. സുപ്രീം കോടതി വിഷയത്തിൽ ഇടപെട്ടിട്ട് പോലും പരിഹാരം കാണാനാകാത്ത വിഷയം മുൻനിർത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിനൊരുങ്ങുകയാണ് ഒരു കൂട്ടം ആളുകൾ. തിരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെയും ഒരു പത്രപരസ്യം. സംഘടനയെ അധികമാരും കേട്ടിരിക്കാൻ വഴിയില്ല. വോയിസ് ഓഫ് യേശുദാസ് എന്നാണ് പേര്. ഗാനഗന്ധർവൻ യേശുദാസിന്റെ പാട്ടുകൾ പാടുന്നവരുടെ കൂട്ടായ്മയെന്നാണ് അവകാശവാദം. അതല്ലാതെ അദ്ദേഹവുമായി ബന്ധമൊന്നുമില്ല. തെരുവുനായ പ്രശ്നമാണ് മത്സരിക്കാൻ ഒരു വിഷയമായി ഇവർ കണ്ടെത്തിയത്. ഒരു പരിഹാരമില്ലാത്ത പ്രശ്നമായിട്ട് നിൽക്കുകയാണ് ഈ തെരുവുനായ്ക്കൾ. അപ്പോൾ അതിന് ഒരു ജനങ്ങളുടെ ഒരു ഒരു അവയർനെസ് ഉണ്ടാക്കുക. അല്ലാണ്ട് ഇപ്പോൾ അതിന് സ്ഥാനാർത്ഥികളൊന്നും ജയിക്കാനുള്ള സാധ്യതയൊന്നുമില്ല. നമ്മളൊരു ജനങ്ങളുടെ ഒരു അവയർനെസ് അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ സംഭവം. അപ്പോൾ അതിനെ ജോസ് മാവേലി ഇതിൻ്റെ ഒരു സജീവ പ്രവർത്തകനാണ്. അദ്ദേഹം ഇതിന് എല്ലാ സപ്പോർട്ടും ഉണ്ട്. അപ്പം ഞാനാണ് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതിനോടകം 50-ലേറെ പേർ മത്സര സന്നദ്ധത അറിയിച്ച രംഗത്തെത്തിയെന്നാണ് അവകാശവാദം. ഇത്രയും കാലം ഇവർ എവിടെയായിരുന്നുവെന്നും ചോദിക്കരുത്. ഇത്തിരി വൈകിയാലും അവരിങ്ങു വന്നല്ലോ എന്ന് ആശ്വസിച്ചാൽ പോരെ. ജയമോ തോൽവിയോ ഒന്നുമല്ല, അടിയന്തര പരിഹാരമുണ്ടാകേണ്ട ജനകീയ പ്രശ്നത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഇവർ. കൊച്ചിയിൽ നിന്നും ആൻമരിയ സണി, 24. പൊതുജനം കഴുതയല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.